ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാമി ബ്ലൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറുതെ എല്ലായിടത്തുനിന്ന് കറങ്ങാറുകയാണ്. ഞങ്ങളുടെ 2 കൂട്ടുകാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു വെളിയിൽ. അപ്പോൾ അങ്ങനെ അവരെ കാണാനായിട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് കുറേ ദിവസമായി 3-4 മാസമായി അവരെ കണ്ടിട്ട്. പുള്ളിക്കാരനെ ഇടയ്ക്കൊന്ന് നാട്ടിലൊക്കെ പോയതായിരുന്നു. പിന്നെ പുള്ളിയോട്ട് കണ്ടതേ ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ റുവൈസിലും വന്നു പണിക്ക്. പിന്നെ ഈ പുള്ളിയെ പിന്നെ കണ്ടില്ല. കാര്യം പുള്ളി കണ്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി നാട്ടിൽ പോയതായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയി 2-3 മാസം കണ്ട് ലീവ് ഉണ്ടായിരുന്നു. ആ ലീവൊക്കെ കഴിഞ്ഞ ശേഷം പുള്ളി തിരിച്ചു വന്നതാണ്. അപ്പോൾ എത്രയും മാസം കഴിഞ്ഞ് ആയിട്ട് പുള്ളിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂന്ന്. അപ്പോൾ വെളിയിൽ ഇവർ ആരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. പുള്ളി ഇപ്പോൾ ഫോൺ ചെയ്തു. ഇപ്പോൾ പുള്ളി വെളിയിലോട്ട് വരുവാണ്. അപ്പോൾ ഞാനും അങ്ങനെ വെളിയിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്താറായി. ഇനിയിപ്പോൾ ഇനി അവിടെ നല്ല തിരക്കായിരിക്കും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇനി എല്ലാവരെയും ഒന്ന് കണ്ടുപിടിക്കണം. പുള്ളീനെയും കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ളത്. നല്ല തിരക്കായിരിക്കും. ഇവിടെ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പരിസരമൊക്കെയാണിത്. കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിൻ്റെ പരിസരമാണ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വരുന്നില്ല. എല്ലാവരും മലയാറിലോട്ട് പോകാൻ വരുവാണ്. ഗേറ്റാണ് ഈ കാണുന്നത്. ഇതാണ് വെളിയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാ കമ്പനികളിലെയും വണ്ടി ഇവിടെ വന്ന് കിടക്കുകയാണ്. ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കാണ്ട്. ഞായറാഴ്ചയാണ് ഇവിടെ അവധി. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കും പല ദിവസങ്ങളിലാണ് അവധി. ഇന്ന് ഒരു ദിവസം ഒരു കമ്പനിക്ക് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു ദിവസം ശനിയാഴ്ചയാണ്. അടുത്ത കമ്പനിക്ക് ഞായറാഴ്ചയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് അവധി. അപ്പോൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വണ്ടികളൊക്കെ ഇവിടെ വന്ന് കിടക്കുക. എല്ലാം ഇവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്പനിക്കാരും ഇവിടെ ഉണ്ട്, പരിസരങ്ങളിലുണ്ട്. എല്ലാവരും ഞായറാഴ്ച ദിവസമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരും ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് പുള്ളിയെ തപ്പണം എവിടെയാണെന്നുള്ള. ഇനി കണ്ടില്ലേ? പുള്ളി എവിടെ ചെന്ന് തപ്പുമെന്തോന്നും അറിയില്ല. പുള്ളി വന്നോന്നും അറിയില്ല. ഇത്രയും ആൾക്കാരുടെ ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ പുള്ളിയെ കണ്ടതേ ഇല്ല. പുള്ളി ഒന്ന് ഫോൺ ചെയ്ത് നോക്കണം ഇനി എവിടെയാണെന്നുണ്ട്. എല്ലാ വണ്ടി ഓട്ടം കഴിഞ്ഞ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. എല്ലാ വണ്ടി പുള്ളിയെ നോക്കട്ടെ. ഇനി പുള്ളിയെ കണ്ടില്ല. ഇനി ഇവിടെ രണ്ടുപേരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നില്ല. അവരിഞ്ഞ് എത്തിയില്ല. നല്ല തിരക്കാണ്. ഞായറാഴ്ച ദിവസമാണ് ഈ തിരക്ക് മൊത്തം ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഓരോരുത്തരുടെ കൂട്ടുകാരെ കാണാനും ഓരോരുത്തരെ കണ്ടുമുട്ടാനും ഒക്കെ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. എല്ലാവരുടെയും കൂടിക്കാഴ്ചകൾ ഇവിടെയാണ് നടക്കുന്നത് ഞായറാഴ്ച ദിവസം. അപ്പോൾ അങ്ങനെയാണ് ആൾ വന്നു. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ. ഒന്ന് ഞങ്ങളുടെ ഈ വീഡിയോയിലൊക്കെ ആൾ വന്നിട്ടുണ്ട്. പുള്ളി നാട്ടിൽ പോയിരിക്കുക. ഞാൻ കണ്ടിട്ട് 3-4 മാസമായി. 3-4 മാസമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ട്. 3-4 അതിൽ കൂടുതലായി. ഇന്ന് നാട്ടിൽ പോയിട്ട് എത്ര മാസം ഉണ്ടായിരുന്നു? 2 മാസം. 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ആൾക്കാരെ കാണുന്നത്. ഇത് നമ്മുടെ ബോസേ ബോസിനെ കണ്ടിട്ട് എത്ര മാസം എടാ? 2 മാസം. ഞാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ? നിങ്ങളുടെ ആവുമ്പോൾ നമുക്ക് കയറാൻ പറ്റുമല്ലോ. അതാണ്. ആണോ? രാത്രി 10 മണി മുതലോ? രാത്രി 10 മണി വരെ. ഇപ്പം എന്ത് പരിപാടി നടക്കുന്നത്? എന്തുവാ? ആ അത് ശരി. നിങ്ങൾ വല്ലതും എടുത്തോ?
ആ പെണ്ണുങ്ങളോ? പക്ഷെ അവിടെ കയറാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ ഇവിടെ ഈ ഏരിയയിലും ഒരു പരിപാടിയും വരാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആരെയാ? ആ ഡാൻസ് പ്രൈസൊക്കെ ഉണ്ടല്ലേ? വല്ല എടുക്കടാ ബോസേ. എത്ര രൂപ? സിമ്മ് ചിലപ്പോൾ കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും. സിം അല്ലെങ്കിലും ഇവിടെ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ വെളിയിൽ തന്നെ. സിമ്മ് നമ്മൾ ആദ്യം ഉപയോഗിക്കണമെന്നില്ല. ഹലോ സിമ്മ് എനിക്കറിയാം. ഹലോ സിമ്മില്ലേ? അത് ഏതിൻ്റെ? ഈ എത്തി സ്ഥലത്തിൻ്റെ തന്നെ? ആ ഡൂവിൻ്റെ ഒന്നും ചെന്ന് എടുക്കണ്ട. അനുഭവത്തിനല്ലേ 42 സിമ്മുമായിട്ട് നടന്നവരാ. ക്യാൻസലാക്കാൻ പെട്ട പാട്. അതിനൊന്നും നടക്കണ്ട. ചുമ്മാ തന്നാൽ പോലും നിന്ന് വാങ്ങിക്കരുത്. ഇവിടുത്തെ ഞായറാഴ്ചത്തെ തിരക്കാണ് ഇതെല്ലാം. ആൾക്കാരെ കാണാനും എടുക്കാനും ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നീങ്ങുകയാണ്. അടുത്ത സ്റ്റാൻഡിലോട്ട് ഞങ്ങൾ നീങ്ങുകയാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഈ വരുന്ന എല്ലാം ഇമിക്കോട് ആൾക്കാരാണ് ഈ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാം കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാം ഇമിക്കോട് ആൾക്കാരാണ് വരുന്നതല്ല. മറ്റേ ഇവിടെ വേറെ കമ്പനികളില്ലല്ലോ. ബാക്കിയെല്ലാം അതിൻ്റെ ഗേറ്റ് എല്ലാം അപ്പുറത്താണല്ലോ. അവർ ഇറങ്ങുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ന് അവരോട് പറഞ്ഞായിരുന്നു. അവരിറങ്ങി കാണുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കാണാം. മൂർത്തിയണ്ണനും നമ്മുടെ രാജേന്ദ്രണ്ണനും കൂടെ. മനോജിൻ്റെ കാര്യം അറിയില്ല. മനോജ് അന്ന് റൂമിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ മനോജിൻ്റെ ഒരു അനക്കം കൂടിയില്ല കേട്ടോ. ദുബായ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ. അത് തന്നെ, ഇതിലൂടെ ഞങ്ങൾക്ക് പോവാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ലൈക്കും ഷെയറും കമൻറ്റ് തരിക.